വെൽക്കം ടു ദ ന്യൂ ക്ലാസ്. എല്ലാവർക്കും പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അടുത്ത ചാപ്റ്ററിൽ നമുക്ക് ആവശ്യമുള്ള, ഇനി ഇങ്ങോട്ടുള്ള ചാപ്റ്റേഴ്സ് നമുക്ക് ആവശ്യമുള്ള ഫ്രാക്ഷൻസിനെയും ഷെയർസിനെയും പറ്റിയാണ്. എന്താണ് ഷെയർ, എങ്ങനെയാണ് ഫ്രാക്ഷൻസിൻ്റെ കാൽക്കുലേഷൻ നടത്തുന്നത്, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ടോപ്പിക്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ പലതും നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിലെ അസൈൻമെൻറ്റ്സ്, അതിൻ്റെ ഉത്തരങ്ങൾ നമുക്ക് കാണാം. ഇതൊരു കേക്കാണ് എന്ന് സങ്കല്പിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ കേക്കിനെ രണ്ട് തുല്യ ഭാഗങ്ങളായിട്ട് വിരിക്കുന്നു. വി ആർ ഡിവൈഡിങ് ദിസ് ഇൻറ്റു 2 ഈക്വൽ പീസസ്. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് തുല്യ ഭാഗങ്ങൾ. അപ്പോൾ ഈ രണ്ട് തുല്യഭാഗങ്ങൾ ചേർത്താൽ എന്ത് കിട്ടും? വീണ്ടും പഴയ കേക്ക് തന്നെ ലഭിക്കും. ഓക്കെ, അപ്പോൾ നമ്മളതിനെ ഡിവൈഡ് ചെയ്യുന്നു. ഈ ഒരു കേക്കിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ അതിൽ ഓരോ ഭാഗത്തെ നമ്മൾ എന്ത് വിളിക്കും? 1/2, 1/2, 1/2. ഓക്കെ, ദെൻ 1/2 plus 1/2 is equal to 1. കാരണം എന്താണ്? നമ്മൾ ഒരു കേക്കിനെ രണ്ട് തുല്യ ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തെങ്കിൽ ആ രണ്ട് തുല്യ ഭാഗങ്ങളെ ഒന്നിച്ച് ചേർത്താൽ എന്ത് കിട്ടും? ആ ഒരു കേക്ക് തന്നെയാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അത് 1. ഓക്കെ, അപ്പോൾ നമുക്ക് റേഷ്യോ എന്താണെന്ന് നോക്കാം. റേഷ്യോ അനുപാതം. ഓക്കെ, അത് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മൾ ഇതേ കേക്കിനെ 4 തുല്യ ഭാഗങ്ങളായിട്ട് വിരിക്കുന്നു. അപ്പോൾ 4 ഈക്വൽ പാർട്സായിട്ട് ഒരു കേക്കിനെ വിരിച്ചാൽ ഓരോന്നിനെയും നമ്മൾ എന്ത് വിളിക്കും? 1/4, 4ൽ 1. ഓരോന്നും 4ൽ 1. ഓക്കെ, ഈ കേക്കിൻ്റെ 4 കഷ്ണങ്ങളാണുള്ളത്. 4ൻ്റെ പ്രത്യേകത 4 തുല്യ ഭാഗങ്ങളാണ് അല്ലേ? അപ്പോൾ 2 പേരുണ്ട്, എയും ബിയും. എ എന്ത് ചെയ്തു? എ ഇതിൽ ഒരു പീസ് എടുത്തു. അതായത് ഒരു 4ൽ 1 ആരെടുത്തു? എ എടുത്തു. ഓക്കെ, ബാക്കി അപ്പോൾ ആരെടുക്കും? ബി എടുക്കും. 2 പേരിലേ ഉള്ളൂ അല്ലേ? അപ്പോൾ ബി എന്ത് ചെയ്തു? ബി ഈ കേക്കിൻ്റെ ബാക്കി 3 ഭാഗങ്ങൾ, 3 പീസുകൾ ബി എടുത്തു. ഓക്കെ, സോ ബി ടുക്ക് ദ റിമൈനിങ് 3 പാർട്സ്. അങ്ങനെയാണെങ്കിൽ ഈ 1/4, 1/4, 1/4, 3 1/4 ആണ് ബി എടുത്തത്. ഒരു 1/4 എയും എടുത്തു അല്ലേ? അപ്പോൾ എയുടെ ഷെയർ എത്രയാണ്? 1/4. ബിയുടെ ഷെയർ എത്രയാണ്? 1/4 പ്ലസ് 1/4 പ്ലസ് 1/4. 3 1/4 ചേർന്നാൽ 3/4 ആണ് അല്ലേ? അപ്പോൾ എയും ബിയും തമ്മിലുള്ള റേഷ്യോ എത്രയാണ്? അനുപാതം എത്രയാണ്? റേഷ്യോ ബിറ്റ്വീൻ എ ആൻഡ് ബി ഈസ് 1:3. നമുക്കൊരു റേഷ്യോ ആക്കി രണ്ട് ഭിന്നസംഖ്യകളെ എഴുതണമെങ്കിൽ
അതിൻ്റെ താഴത്തെ സംഖ്യ, അതായത് ഛേദം അല്ലെങ്കിൽ ഡിനോമിനേറ്റേഴ്സ് തുല്യമായിരിക്കണം, എങ്കിലേ നമുക്കിങ്ങനെ റേഷ്യോ ആയിട്ട് എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡിനോമിനേറ്റർ 1/4ൻ്റെ ഡിനോമിനേറ്റർ 4 ആണ്, 3/4ൻ്റേത് 4 തന്നെയാണ്. അപ്പോൾ നമുക്ക് ഒറ്റ റേഷ്യോ ആയിട്ട് അതിനെ രണ്ടിനെയും എഴുതാം, 1:3. ഇനി അഥവാ ഒന്ന് 1/10ഉം ഒന്ന് 1/5 ആണെങ്കിൽ നമുക്കൊരിക്കലും അതിനെ 1:1 എന്ന് എഴുതാൻ പറ്റില്ല. ഛേദങ്ങൾ അല്ലെങ്കിൽ ഡിനോമിനേറ്റേഴ്സ് തുല്യമാണെങ്കിൽ മാത്രമേ അവയെ ഒരു റേഷ്യോയിൽ എഴുതാൻ സാധിക്കുകയുള്ളൂ. അതാണ് നമ്മൾ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഇനി നമുക്ക് ഫ്രാക്ഷൻസ് അല്ലെങ്കിൽ ഭിന്നസംഖ്യകൾ അവയെപ്പറ്റിയും അവ എങ്ങനെ കൂട്ടാം അല്ലെങ്കിൽ അവ എങ്ങനെ കുറയ്ക്കാം, എങ്ങനെ ആഡ് ചെയ്യാം, സബ്ട്രാക്റ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് കാണുന്നത്. ഓക്കെ, ഫ്രാക്ഷൻസ് ഭിന്നസംഖ്യകൾ. ഉദാഹരണം 3/4. ആ 3/4ൽ മുകളിലത്തെ സംഖ്യയുണ്ട്, താഴത്തെ സംഖ്യയുണ്ട് അല്ലേ. ആ മുകളിലത്തെ സംഖ്യ നമ്മൾ വിളിക്കും ന്യൂമറേറ്റർ, അംശം മലയാളത്തിൽ അല്ലേ. വരയ്ക്ക് താഴെ വരുന്ന സംഖ്യയെ ഡിനോമിനേറ്റർ അഥവാ ഛേദം എന്ന് വിളിക്കും. നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്, നമുക്കെല്ലാവർക്കും അറിയാവുന്നതുമാണ്. ഓക്കെ, മുകളിലത്തേത് ന്യൂമറേറ്റർ, താഴത്തേത് ഡിനോമിനേറ്റർ, അംശവും ഛേദവും. ഓക്കെ, ഇനി നമ്മൾ കാണുന്നത് ഹൗ ടു ആഡ് ഫ്രാക്ഷൻസ്. എങ്ങനെയാണ് നമുക്ക് രണ്ടോ അതിലധികമോ ഭിന്നസംഖ്യകൾ കൂട്ടുന്നത് എങ്ങനെയാണ് എന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ രണ്ട് സംഖ്യകളുണ്ട്, ഒന്ന് 2/4 ആൻഡ് 1/4. 2/4 പ്ലസ് 1/4 എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കറിയാം അല്ലേ. ആദ്യം നമ്മൾ നോക്കണം ഇതിൻ്റെ ഡിനോമിനേറ്റേഴ്സ്, രണ്ട് സംഖ്യകളുടെയും ഡിനോമിനേറ്റേഴ്സ് അഥവാ വരയ്ക്ക് താഴെയുള്ള ഛേദം, അത് രണ്ടും തുല്യമാണോ എന്ന് നോക്കണം. ഇപ്പോൾ ഇവിടെ രണ്ടും തുല്യമാണ് അല്ലേ, 4ഉം 4ഉം ശരിയല്ലേ. അങ്ങനെയാണെങ്കിൽ ഏത് മാത്രം കൂട്ടിയാൽ മതി? അംശങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ ന്യൂമറേറ്റേഴ്സ് മാത്രം ആഡ് ചെയ്താൽ മതി. താഴത്തെ സംഖ്യ 4 തന്നെ എഴുതുക. സോ മുകളിലത്തെ അംശങ്ങൾ തമ്മിൽ ആഡ് ചെയ്യുക. ഓക്കെ, ഇവിടെ 2ഉം 1ഉം അതാണ് ന്യൂമറേറ്റേഴ്സ്, അത് രണ്ടും ആഡ് ചെയ്യുന്നു. താഴത്തേത് കൂട്ടരുത്, താഴെ ഒറ്റ 4 എഴുതിയാൽ മതി. ഓക്കെ, ഇതെപ്പോഴാണ് ഇങ്ങനെ ചെയ്യുന്നത്? രണ്ട് ഭിന്നസംഖ്യകൾ കൂട്ടേണ്ട സാഹചര്യം വരുമ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും ഡിനോമിനേറ്റേഴ്സ് അല്ലെങ്കിൽ ഛേദം തുല്യമാണെങ്കിൽ ആ ഛേദം അതെവിടെ എടുത്തെഴുതുക? വരയ്ക്ക് മുകളിൽ അംശങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ ന്യൂമറേറ്റേഴ്സ് തമ്മിൽ കൂട്ടി എഴുതുക. അപ്പോൾ ഇവിടെ എത്ര കിട്ടും? ദാറ്റ്സ് ഈക്വൽ ടു 3/4. ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അംശങ്ങൾ എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, അതായത് ന്യൂമറേറ്റേഴ്സ് വ്യത്യസ്തമാണെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഡിനോമിനേറ്റേഴ്സ് വരയ്ക്ക് താഴെയുള്ള ഛേദം തുല്യമാണെങ്കിൽ ആ ഛേദം അതേപടി വരയ്ക്ക് താഴെ എഴുതുക. മുകളിലുള്ള സംഖ്യകൾ ന്യൂമറേറ്റേഴ്സ് ആഡ് ചെയ്ത് മുകളിലും എഴുതുക. ഓക്കെ, ഇനി മറ്റൊരു എക്സാമ്പിൾ എടുത്താൽ 3/9 പ്ലസ് 2/9. ആദ്യം നമ്മൾ എന്ത് നോക്കണം? ഈ ഡിനോമിനേറ്റേഴ്സ് സെയിം ആണോ എന്ന് നോക്കണം. അതിന് രണ്ടിൻ്റെയും സെയിം ആണ് അല്ലേ. അപ്പോൾ അതെങ്ങനെ വരും? മുകളിലത്തെ മാത്രം കൂട്ടുന്നു, 3 + 2/9. താഴത്തെ കൂട്ടരുത്, താഴത്തെ 9 ഒറ്റ 9 മതി. ദാറ്റ്സ് ഈക്വൽ ടു 5/9. ഓക്കെ, ഇനി അടുത്ത സിറ്റുവേഷൻ, ഹൗ ടു ആഡ് ഫ്രാക്ഷൻസ് വെൻ ഡിനോമിനേറ്റേഴ്സ് ആർ ഡിഫറെൻറ്റ്. ഇനി ഛേദങ്ങൾ അഥവാ ഡിനോമിനേറ്റേഴ്സ് വ്യത്യസ്തമാണെങ്കിൽ എന്ത് സംഭവിക്കും? എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത്? അപ്പോൾ നമ്മൾ LCM ഒക്കെ എടുത്ത് അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അത് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് വേറൊരു രീതിയിൽ അത് നമുക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ രണ്ട് സംഖ്യകൾ
രണ്ട് ഭിന്നസംഖ്യകൾ 3/5 ആൻഡ് 1/10. ഇപ്പോൾ ഈ സംഖ്യകളുടെ പ്രത്യേകത എന്താണ്? രണ്ടും രണ്ട് ഡിനോമിനേറ്റേഴ്സാണ്. വരയ്ക്ക് താഴെയുള്ളത് ഇവിടെ 5ഉം ഇവിടെ 10ഉമാണ്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ നോക്കണം, ശ്രദ്ധിച്ചിരിക്കണം, ആദ്യം നമ്മൾ നോക്കണം ഈ ചെറിയ സംഖ്യയെ ഏതെങ്കിലും സംഖ്യ കൊണ്ട് ഗുണിച്ച് വലിയ ഡിനോമിനേറ്റർ ആക്കാൻ പറ്റുമോ? ചെറിയ ഡിനോമിനേറ്ററിനെ ഏതെങ്കിലും സംഖ്യ കൊണ്ട് ഗുണിച്ച് ഈ വലിയ ഡിനോമിനേറ്റർ ആക്കാൻ പറ്റുമോ എന്ന് നോക്കണം. ഓക്കെ, ഇവിടെ 5 ചെറുത് 10 വലുത് അല്ലേ? 5നെ 10 ആക്കണമെങ്കിൽ ഏത് സംഖ്യ കൊണ്ട് ഗുണിക്കണം? 2 കൊണ്ട് ഗുണിക്കണം അല്ലേ? അപ്പോൾ ഈ 5 ഉൾപ്പെടുന്ന ഭിന്നസംഖ്യ, അതായത് 3/5, അതിൻ്റെ രണ്ട് വശവും എത്ര കൊണ്ട് ഗുണിക്കണം? 2 കൊണ്ട് ഗുണിക്കണം. ഒരു ഭിന്നസംഖ്യയുടെ രണ്ട് വശവും, അതായത് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഒരേ സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ അതിൻ്റെ മൂല്യത്തിന്, അതിൻ്റെ വാല്യൂവിൽ വ്യത്യാസം വരുന്നില്ല. സംഖ്യ മാറും, പക്ഷേ വാല്യൂ സെയിം ആയിരിക്കും. അത് നമുക്കറിയാം. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് അത് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ 5നെ 10 ആക്കാൻ പറ്റുമെന്ന് നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ? 5നെ 2 കൊണ്ട് ഗുണിച്ചാൽ 10 ആക്കാം. അപ്പോൾ ഈ 3/5ൻ്റെ 3യെയും 5നെയും 2 കൊണ്ട് ഗുണിക്കണം. ഒരു സൈഡിൽ മാത്രം ഗുണിക്കരുത്, മുകളിലും ഗുണിക്കണം, താഴെയും ഗുണിക്കണം. ഓക്കെ, ഈ 10നെ ഒന്നും ചെയ്യേണ്ട, 10-1 ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അത് അതേപടി ഇടുന്നു. സോ ദാറ്റ്സ് ഈക്വൽ ടു, ബ്രാക്കറ്റ് ഇടുന്നു, ബ്രാക്കറ്റിനുള്ളിൽ നമ്മൾ ഈ 2 കൊണ്ട് രണ്ട് സൈഡും ഗുണിക്കുന്ന കാൽക്കുലേഷൻ കാണിക്കണം. 3/5 ഇൻറ്റു 2/2 അല്ലേ? അതായത് ഈ 3യെ 2 കൊണ്ട് ഗുണിക്കുന്നു, ഈ 5നെയും 2 കൊണ്ട് ഗുണിക്കുന്നു. ഓക്കെ, ഈ 5നെ 2 കൊണ്ട് ഗുണിച്ചാൽ ഈ 10 കിട്ടും, അതുകൊണ്ടാണ് 2 കൊണ്ട് ഗുണിക്കുന്നത്. ഓക്കെ, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. ദെൻ അപ്പോൾ ഈ 3/5ൻ്റെ കാര്യമായതേ ഉള്ളൂ ഇത്, പ്ലസ് ഈ പ്ലസ്. ഓക്കെ, 1/10 നമുക്കറിയാം, അതിന് മാറ്റങ്ങളൊന്നും വരുന്നില്ല. ദാറ്റ്സ് ഈക്വൽ ടു, ബ്രാക്കറ്റിനുള്ളിലെ കാൽക്കുലേഷൻ അത് നടത്തുന്നു. ഭിന്നസംഖ്യകൾ ഗുണിക്കുമ്പോൾ എങ്ങനെയാണ്? മുകളിലത്തെ തമ്മിൽ ഗുണിക്കുക, താഴത്തെ തമ്മിൽ ഗുണിക്കുക. അവിടെ വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഗുണിക്കുമ്പോൾ, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡിനോമിനേറ്റേഴ്സ് കൊണ്ടും ന്യൂമറേറ്റേഴ്സ് കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 3 × 2 6/5 × 2 10. അത് ബ്രാക്കറ്റിനുള്ളിലേതാണ്, പ്ലസ് ബ്രാക്കറ്റിന് പുറത്തുള്ള 1/10 ആഡ് ചെയ്യുന്നു. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 6 + 1/10. ഇപ്പോൾ എന്തായി? അതിൻ്റെ രണ്ടിൻ്റെയും ഛേദങ്ങൾ, ഡിനോമിനേറ്റേഴ്സ് തുല്യമായി. ഇനി മുകളിൽ കൂട്ടിയാൽ മതി. അതാണ് നമ്മളിവിടെ 6 + 1/10 എന്നെഴുതിയത്. ദാറ്റ്സ് ഈക്വൽ ടു 7/10. ഓക്കെ, അപ്പോൾ ഒരു ഡിനോമിനേറ്ററിനെ, ചെറിയ ഡിനോമിനേറ്ററിനെ വലിയ ഡിനോമിനേറ്ററാക്കി മാറ്റാൻ പറ്റുമോ എന്ന് നോക്കണം. എങ്ങനെ മാറ്റാൻ? ഏതെങ്കിലും സംഖ്യ കൊണ്ട് ഗുണിച്ച്, കൂട്ടിയോ കുറച്ചോ അല്ല, ഗുണിച്ചിട്ട് വലിയ ഡിനോമിനേറ്ററാക്കി മാറ്റാൻ പറ്റുമോ എന്ന് നോക്കുന്നു. ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാലാണോ ചെറിയ ഡിനോമിനേറ്റർ വലിയ ഡിനോമിനേറ്ററായി മാറുന്നത്, അതേ സംഖ്യ കൊണ്ട് ആ ചെറിയ ഡിനോമിനേറ്ററുള്ള ഭിന്നസംഖ്യ അതിൻ്റെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? രണ്ട് ഭിന്നസംഖ്യകളും ഒരേ ഛേദം അല്ലെങ്കിൽ ഒരേ ഡിനോമിനേറ്റർ ഉള്ളതായി മാറും. പിന്നെ ഏത് കൂട്ടിയാൽ മതി? അതിൻ്റെ അംശങ്ങൾ അല്ലെങ്കിൽ ന്യൂമറേറ്റേഴ്സ് മാത്രം കൂട്ടിയാൽ മതി. ഓക്കെ, ഇനി അങ്ങനെ അല്ലെങ്കിൽ എന്ത് പറ്റും? അതായത് ഇവിടെ 5ഉം 10ഉമാണ്. 5നെ 10 ആക്കാം. 5ഉം 6ഉമാണെങ്കിൽ എന്ത് സംഭവിക്കും? 5നെ ഗുണിച്ച് 6 ആക്കാൻ പറ്റുമല്ലോ അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. അതാണ് അടുത്ത സിറ്റുവേഷൻ. സോ അടുത്ത രണ്ട് സംഖ്യകൾ നോക്കുക. 2/4 പ്ലസ് 1/6. 2/4ഉം 1/6ഉം 4നെ ഏതെങ്കിലും സംഖ്യ കൊണ്ട് ഗുണിച്ച് 6 ആക്കാൻ പറ്റുമോ? 4ൻ്റെ
മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ ഗുണപട്ടികയിൽ 6 ഉണ്ടോ? 4 × 1 4 4 4 × 2 8 അങ്ങനെ പോകും. അപ്പോൾ 6 അതിൻ്റെ അകത്ത് വരുന്നില്ല. ശരിയല്ലേ? അപ്പോൾ നമ്മൾ LCM കണ്ടുപിടിച്ച കൂടുതൽ സമയം കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഉപയോഗിക്കാവുന്ന മെത്തേഡാണ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ 2 ഭിന്നസംഖ്യകൾ, അതിൻ്റെ രണ്ടിൻ്റെയും ഛേദങ്ങൾ വ്യത്യസ്തമാണ്, ഡിനോമിനേറ്റേഴ്സ് വ്യത്യസ്തമാണ്. ചെറിയ ഡിനോമിനേറ്ററിനെ ഏതെങ്കിലും ഒരു സംഖ്യ കൊണ്ട് ഗുണിച്ച് വലിയ ഡിനോമിനേറ്റർ ആക്കാൻ പറ്റുന്നുമില്ല. ഇതാണ് സിറ്റുവേഷൻ. ഓക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ ഡിനോമിനേറ്റേഴ്സിനെ തമ്മിൽ ഗുണിക്കുന്നു. 4നെയും 6നെയും തമ്മിൽ ഗുണിക്കുന്നു. 4 × 6. ഓക്കെ. ഇനിയാണ് നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്തുന്നത്. ഒന്നാമത്തെ സംഖ്യയുടെ ഡിനോമിനേറ്ററിനെ ഉപയോഗിച്ച് രണ്ടാമത്തെ സംഖ്യയുടെ ന്യൂമറേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അങ്ങനെ ഒന്നാമത്തെ സംഖ്യയുടെ ഡിനോമിനേറ്റർ ആയ 4 ഇൻറ്റു രണ്ടാമത്തെ സംഖ്യയുടെ ന്യൂമറേറ്ററായ 1. ഓക്കെ. അതിനുശേഷം തിരിച്ച്, അതായത് രണ്ടാമത്തെ സംഖ്യയുടെ ഡിനോമിനേറ്റർ ആയ 6 ഉപയോഗിച്ച് ഒന്നാമത്തെ സംഖ്യയുടെ ന്യൂമറേറ്ററായ 2നെ ഗുണിക്കുന്നു. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ ആദ്യം താഴത്തെ 2 സംഖ്യകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഗുണിക്കുന്നു. പിന്നീട് ഒന്നാമത്തെ സംഖ്യയുടെ ഡിനോമിനേറ്റർ കൊണ്ട് രണ്ടാമത്തെ സംഖ്യയുടെ ന്യൂമറേറ്ററെയും വീണ്ടും രണ്ടാമത്തെ സംഖ്യയുടെ ഡിനോമിനേറ്റർ കൊണ്ട് ഒന്നാമത്തെ സംഖ്യയുടെ ന്യൂമറേറ്ററെയും മൾട്ടിപ്ലൈ ചെയ്യുന്നു. ക്ലിയർ? പിന്നീട് ഈ 2 നടുക്കുള്ള ചിഹ്നം നമ്മൾ മാറ്റരുത്, അത് പ്ലസ് തന്നെയാണ്. ഓക്കെ. ദാറ്റ് ഈസ് ഈക്വൽ ടു ബ്രാക്കറ്റിൽ 2 × 6 പ്ലസ് വീണ്ടും ബ്രാക്കറ്റിൽ 1 × 4 അല്ലേ? 2/4നെ മുകളിലുള്ള 2 ആണ്, അതിനെ മറ്റേ ഭിന്നസംഖ്യയുടെ ഡിനോമിനേറ്ററായ 6 കൊണ്ട് ഗുണിച്ചു. പ്ലസ് ചിഹ്നം അവിടെ തന്നെ ഇട്ടു. അടുത്ത ബ്രാക്കറ്റിൽ 1/6ന് ന്യൂമറേറ്റർ 1 ആണ്, അതിനെ ഒന്നാമത്തെ സംഖ്യയുടെ ഡിനോമിനേറ്ററായ 4 കൊണ്ട് ഗുണിച്ചു. ഓക്കെ. താഴെ 4 × 6 അവിടെ എന്താണ് ചെയ്തത്? അവർ തമ്മിൽ ഗുണിച്ചു. ദെൻ ദാറ്റ്സ് ഈക്വൽ ടു ബ്രാക്കറ്റിനുള്ളിലെ കാൽക്കുലേഷൻ നമ്മൾ ആദ്യം നടത്തും. 2 × 6 12 പ്ലസ് 1 × 4 4 ബൈ 4 × 6 എത്രയാണ്? 24. ദാറ്റ്സ് ഈക്വൽ ടു 16/24. ഇതിനെ ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ഇതിനെ ലഘൂകരിക്കാൻ പറ്റും. എത്ര ലഘൂകരിക്കാൻ പറ്റുമോ അത്രയും ലഘൂകരിക്കാം. ഇതിനെ രണ്ടിനെയും പൂർണ്ണമായും ഹരിക്കാവുന്ന ഏറ്റവും വലിയ സംഖ്യ കൊണ്ട് ഹരിച്ചു നോക്കണം. അതിനെ സിംപ്ലിഫൈ ചെയ്താൽ മതി. 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് അങ്ങനെ പോയാലും കുഴപ്പമില്ല. അപ്പോൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് അവസാനം കിട്ടുന്നതാണ് 2/3. അതായത് ഈ 2 സംഖ്യയെയും 8 കൊണ്ട് നമുക്ക് പൂർണ്ണമായും ഹരിക്കാം, പൂർണ്ണമായും ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 16നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 കിട്ടും. 24നെ 8 കൊണ്ട് ഹരിക്കുമ്പോൾ 3 കിട്ടും. സോ ദ ആൻസർ ഈസ് 2/3. ഓക്കെ. ഇനി നമ്മൾ കാണുന്നത് ഹൗ ടു സബ്ട്രാക്ട് ഫ്രാക്ഷൻസ്, എങ്ങനെ ഒരു ഭിന്നസംഖ്യയിൽ നിന്ന് മറ്റൊരു ഭിന്നസംഖ്യ കുറയ്ക്കാം എന്നാണ്. സോ ഹിയർ ദർ ആർ 2 fractions, 3/5 and 1/5. 3/5 minus 1/5. അപ്പോൾ ഇവിടെയും ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഡിനോമിനേറ്റേഴ്സ് ആദ്യം ശ്രദ്ധിക്കുക. അത് തുല്യമാണെങ്കിൽ മുകളിലത്തെ ന്യൂമറേറ്റേഴ്സ് മാത്രം കുറച്ചാൽ മതി. ഓക്കെ. അപ്പോൾ ഇവിടെ രണ്ടും തുല്യമാണ്. സോ ദാറ്റ്സ് ഈക്വൽ ടു 3 minus 1/5. താഴത്തെ കുറയ്ക്കുകയും കൂട്ടുകയൊന്നും ചെയ്യരുത്. താഴത്തെ ഒറ്റ ഡിനോമിനേറ്റർ, അത് രണ്ടും തുല്യമായതുകൊണ്ട് 5 തന്നെ എഴുതുന്നു. ഓക്കെ. ദാറ്റ്സ് ഈക്വൽ ടു 2/5. ഓക്കെ. ഇനി മറ്റൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ 5/7 minus 2/7. That's equal to 5 minus 2/7. That's equal to 3/7.
അല്ലേ? ദെൻ ഇനി ഇങ്ങനെ അല്ലെങ്കിലോ, അതായത് ആ രണ്ട് ഫ്രാക്ഷൻ്റെയും രണ്ട് ഭിന്നസംഖ്യയുടെയും ഡിനോമിനേറ്റേഴ്സ് വ്യത്യസ്തമാണെങ്കിൽ, ഛേദങ്ങൾ വ്യത്യസ്തമാണെങ്കിൽ എന്തു ചെയ്യണം? ചെറിയ ഛേദത്തെ വലിയ ഛേദമാക്കി മാറ്റി എന്നിട്ട് കുറയ്ക്കണം. നമുക്കറിയാം, കൂട്ടുന്നത് എങ്ങനെയാണ് അതേപോലെ തന്നെയാണ് കുറയ്ക്കുന്നതും. ഓക്കെ, അപ്പോൾ അതിലേക്ക് പോവാം. ഹൗ ടു സബ്ട്രാക്ട് ഫ്രാക്ഷൻസ് വെൻ ഡിനോമിനേറ്റേഴ്സ് ആർ ഡിഫറെൻറ്റ്. അപ്പോൾ രണ്ട് ഫ്രാക്ഷൻസ് 2/6 മൈനസ് 1/18. 2/6 1/18. 2/6 നിന്ന് 1/18 കുറയ്ക്കണം. അപ്പോൾ ഡിനോമിനേറ്റേഴ്സ് വ്യത്യസ്തമാണ്, ഛേദങ്ങൾ വ്യത്യസ്തമാണ്. ഇവിടെ 6ഉം ഇവിടെ 18ഉമാണ്. അപ്പോൾ എന്ത് ചെയ്യണം? മുകളിലത്തെ കുറയ്ക്കാൻ പറ്റുമോ? ഇല്ല. ആദ്യം നമ്മൾ നോക്കണം, ചെറിയ ഡിനോമിനേറ്ററിനെ വലിയ ഡിനോമിനേറ്റർ ആക്കാൻ പറ്റുമോ ഏതെങ്കിലും സംഖ്യ കൊണ്ട് ഗുണിച്ച് എന്ന് നോക്കണം. അപ്പോൾ നമുക്ക് മനസ്സിലായി 6ൻ്റെ ടേബിളിൽ 18 വരുന്നുണ്ട് അല്ലേ? 6 × 3 18 അല്ലേ? അപ്പോൾ ആ 3 കൊണ്ട് ഈ 2/6ൻ്റെ 2വിനെയും ഗുണിക്കണം, 6നെയും ഗുണിക്കണം. അപ്പോൾ വാല്യൂ വ്യത്യാസം വരുമല്ലോ. ഓക്കെ, അപ്പോൾ നമ്പർ മാറും, പക്ഷേ വാല്യൂ സെയിം ആയിരിക്കും. സോ ദാറ്റ്സ് ഈക്വൽ ടു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു, ബ്രാക്കറ്റിൽ ആദ്യം 2/6നെ എന്താക്കി മാറ്റുന്നു? 18ലാക്കി മാറ്റണം. ഓക്കെ, 2/6 × 3 and by 3 അല്ലേ? രണ്ട് വശവും 3 കൊണ്ട് ഗുണിക്കുന്നു. ക്ലോസ് ദ ബ്രാക്കറ്റ്. അടുത്ത് 2/6ൻ്റെ കഴിഞ്ഞിട്ടുള്ളൂ, മൈനസ് ചിഹ്നം അവിടെ തന്നെയുണ്ട്, ബ്രാക്കറ്റിന് പുറത്ത് മൈനസ് 1/18. ഓക്കെ, 1/18 മാറ്റമൊന്നും വരുത്തുന്നില്ല. ദാറ്റ്സ് ഈക്വൽ ടു, ഇനി ബ്രാക്കറ്റിനുള്ളിലെ ഗുണിക്കുന്നു, 2 × 3 6, താഴെയുള്ളത് 6 × 3 18 മൈനസ് ചിഹ്നം 1/18. ഇപ്പോൾ എന്ത് സംഭവിച്ചു? 2ഉം 18ലായി മാറി. ഇനി മുകളിലത്തെ കുറച്ചാൽ മതി, ന്യൂമറേറ്റേഴ്സ് കുറച്ചാൽ മതി. ദാറ്റ്സ് ഈക്വൽ ടു 6 - 1/18. ദാറ്റ്സ് ഈക്വൽ ടു 5/18. ഇപ്പോൾ ഇവിടെ വ്യത്യാസം ഇത്രയേ ഉള്ളൂ, ചിഹ്നം മാത്രമേ വ്യത്യാസമുള്ളൂ. അതായത് അവിടെ ആഡ് ചെയ്യുന്നു, ഇവിടെ സബ്ട്രാക്ട് ചെയ്യുന്നു. ഓക്കെ, ആദ്യം നമ്മൾ ചെറിയ ഡിനോമിനേറ്റേഴ്സിനെ വലിയ ഡിനോമിനേറ്റേഴ്സ് ആക്കി മാറ്റാൻ പറ്റുമോ എന്ന് നോക്കുന്നു. എങ്ങനെ? ഏതെങ്കിലും സംഖ്യ കൊണ്ട് ഗുണിച്ചിട്ട്. എങ്കിൽ ആ സംഖ്യ കൊണ്ട് തന്നെ ആ ചെറിയ ഡിനോമിനേറ്ററുള്ള ഫ്രാക്ഷൻ്റെ രണ്ട് സൈഡും ഗുണിക്കണം. മുകൾ വശം ഗുണിക്കണം, താഴ്വശം ഗുണിക്കണം. ഓക്കെ, എന്നിട്ട് ഡിനോമിനേറ്റേഴ്സ് തുല്യമാകുന്നു. പിന്നീട് മുകളിലത്തെ സംഖ്യകൾ തമ്മിൽ കുറയ്ക്കുന്നു. ഓക്കെ, ഇനി അടുത്ത സിറ്റുവേഷൻ, ഇങ്ങനെ ചെറിയ ഡിനോമിനേറ്ററിനെ വലിയ ഡിനോമിനേറ്റർ ആക്കാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും? നമുക്കറിയാം, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അല്ലേ? അതാണ് അടുത്ത സിറ്റുവേഷൻ. രണ്ട് ഭിന്നസംഖ്യകൾ 2/5 and 1/7. 2/5 മൈനസ് 1/7. അപ്പോൾ ഈ 5നെ ഗുണിച്ചാൽ 7 ആകുമോ? ഏതെങ്കിലും സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ 7 ആക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ 5ൻ്റെ ടേബിളിൽ, 5ൻ്റെ പട്ടികയിൽ 7 ഇല്ല അല്ലേ? അപ്പോൾ എന്ത് ചെയ്യുന്നു? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്തുന്നു. അതാണ് എളുപ്പം. സോ 5 × 7 ആദ്യം ഗുണിക്കുന്നു, ഈ 7നെ ഈ 2 കൊണ്ടും ഈ 5 ഈ 1 കൊണ്ടും ഗുണിക്കുന്നു, എന്നിട്ട് മുകളിൽ എഴുതുന്നു. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു 2 × 7 ബ്രാക്കറ്റിൽ മൈനസ് ചിഹ്നമാണ് ഇവിടെ ഉള്ളത്, മൈനസ് വീണ്ടും ബ്രാക്കറ്റിൽ 1 × 5 ബൈ താഴത്തെ ഡിനോമിനേറ്റേഴ്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഗുണിക്കുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു 14 - 5/35 അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 9/35. ഓക്കെ, അതിനെ നമുക്കിനി സിംപ്ലിഫൈ ചെയ്യാൻ പറ്റില്ല, അപ്പോൾ അത് തന്നെയാണ് ആൻസറായിട്ട് വരുന്നത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് മൂന്നാം പാഠം മുതൽ റേഷ്യോസും അതിൻ്റെ കാൽക്കുലേഷൻസും വരുന്നുണ്ട്. അപ്പോൾ അതിന് നമുക്ക് ഇത് ഉപയോഗിക്കാം. ഓക്കെ,
അത് കൃത്യമായിട്ട് ചെയ്ത് പഠിക്കുക ഇത്തരം സംഖ്യകൾ.